ഹലോ ഗൈസ് അപ്പോൾ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് സൊറപാറ പോഡ്കാസ്റ്റ്. അപ്പോൾ ഇത് നമ്മളെ സെക്കൻഡ് എപ്പിസോഡാണ്. ഫസ്റ്റ് എപ്പിസോഡ് ഓൾറെഡി റിലീസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അതിന് അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള റെസ്പോൺസ് എല്ലാം കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്താ പ്രത്യേകത എന്താ വെച്ചാൽ ഇനി ആകെ ഒരു ദിവസം കൂടെ ഉള്ളൂ 2024 കഴിയാൻ. അപ്പോൾ 2024 നമ്മളെ ലാസ്റ്റ് പോഡ്കാസ്റ്റാണ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പറഞ്ഞാൽ എന്താ ഒരു ബിസിനസ് കൊണ. അതായത് ഞങ്ങൾ കുറേ ബിസിനസ് ട്രൈ ചെയ്തിട്ടുള്ളവരാണ്. അപ്പോൾ ഒന്നും ഇതുവരെ സക്സസ്ഫുൾ ആയിട്ടുണ്ട്, പക്ഷേ ലൈക്ക് പ്രോപ്പർലി സക്സസ്ഫുൾ ആയിട്ടില്ല ഇതുവരെ. ലൈക്ക് ഒരു ബിസിനസ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒരു ബിസിനസ് അല്ല, മൾട്ടിപ്പിൾ ബിസിനസ് ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൽ ഒന്ന് മാത്രമേ റവന്യൂ മോഡലിലൊക്കെ എത്തിയിട്ടുള്ളൂ. അത് ഞങ്ങൾ പകുതിക്ക് വെച്ച് നിർത്തേണ്ടി വന്നു. അതിൻ്റെ സ്റ്റോറീസൊക്കെ ആയിരിക്കും ഞങ്ങളിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് വരാൻ കാരണം? ഞാനൊരു ക്വസ്റ്റ്യൻ വെച്ച് തുടങ്ങാം. ബിസിനസ്സിൽ ഇൻട്രസ്റ്റ് വരാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മുടെ സാഹചര്യം അങ്ങനത്തെ ആയതുകൊണ്ട്. അതായത് നമ്മുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ ഒരുപാട് പൈസ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മാത്രം എപ്പോഴും ഒരേ ഒരു റൂട്ടീനിൽ ജീവിക്കുമ്പോൾ നമുക്കൊരു മാറ്റം വേണം തോന്നില്ല. ആ ഒരു മാറ്റം വേണം തോന്നുന്നതുകൊണ്ടാണ് ബിസിനസ്സിലേക്ക് ഇറങ്ങി. ഞങ്ങളാരും ബിസിനസ്മാൻമാരല്ല, ഇപ്പൊ പണി നോക്കുന്നതാണ്. അത് സാഹചര്യം മൂലം ഞങ്ങൾക്ക് പണി നോക്കേണ്ടി വരും അല്ലേ? അതെ, ഇപ്പൊ നിലവിലെ സാഹചര്യം അനുസരിച്ച് ഞങ്ങൾക്ക് പണി നോക്കിയേ പറ്റൂ. എന്താ വെച്ചാൽ ജീവിക്കാൻ വേറെ വഴിയില്ല. സോ ഇപ്പൊ നടക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ആരാന്റെ കീഴിൽ പണിയെടുത്തിട്ട് എങ്ങനെയെങ്കിലും ജീവിച്ചു പോകാന്നുള്ളതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഒരുപാട് ബിസിനസ് ഐഡിയാസ് ഉണ്ട്. അത് എക്സിക്യൂട്ട് ചെയ്യാൻ ഞങ്ങൾ കുറെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ചിലതെല്ലാം വർക്കൗട്ട് ആയിരുന്നു, ചിലതെല്ലാം വർക്കൗട്ട് ആവാണ്ട് ഫ്ലോപ്പ് ആയി പോയിട്ടുണ്ട്. പിന്നെ കുറേ ബിസിനസ് പ്ലാൻസ് ഞങ്ങൾ എക്സിക്യൂട്ട് ആക്കിയിട്ടുണ്ടായിരുന്നു. കുറേ എന്താ പറയുക പ്രൊജക്റ്റ് ഞങ്ങൾ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താ പറയാ അങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ നമുക്ക് നമ്മളെ നിനക്ക് എന്താണ് ബിസിനസ്സിലേക്ക് ഇറങ്ങണമെന്നല്ലേ? എനിക്ക് ബിസിനസ്സിലേക്ക് ഇറങ്ങണം താല്പര്യം വരാൻ കാരണം ഞാൻ ഈ കൊറോണ ടൈമിൽ ഞാൻ കോഡിങ് പഠിക്കായിരുന്നു നല്ലോണം. അപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോസ് എല്ലാം കാണും. അപ്പോൾ ഈ സ്റ്റാർട്ടപ്പ് ഫൗണ്ടേഴ്സിൻ്റെ ഒക്കെ വീഡിയോസൊക്കെ കാണും. അപ്പോൾ അത് കാരണം എനിക്ക് മെയിൻ ഈ സ്റ്റാർട്ടപ്പ് എന്നുള്ള വേർഡ് ഞാൻ കേട്ടത് ഈ വീഡിയോസ് എല്ലാം കണ്ടിട്ടാണ്. അപ്പോൾ എനിക്ക് അങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണം, സക്സസ്ഫുൾ ആവണം, അങ്ങനത്തെ ഒരു ഡ്രീം വരാൻ തുടങ്ങി. എന്നിട്ട് ഞാൻ പിന്നെ ഇൻസ്റ്റഗ്രാം പേജസ് റൺ ചെയ്യാൻ തുടങ്ങി. ക്യാഷ് പേജസ് എന്ന് പറയും. അതിൽ അത്യാവശ്യമൊക്കെ റീച്ച് കിട്ടിക്കൊണ്ടായിന് ഇൻസ്റ്റഗ്രാം പേജസിൽ. അതിന് എനിക്ക് റവന്യൂ ഒന്നും കിട്ടിയില്ല, പക്ഷേ അത്യാവശ്യം നല്ല ഫോളോവേഴ്സൊക്കെ കയറിയിട്ട് ഒരു ഫോളോ ബേസ് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു സാധനം സ്ക്രാച്ചിൽ നിന്ന് ബിൽഡ് ചെയ്തിട്ട് ഗ്രോ ചെയ്യുന്ന ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിനുശേഷം ഞാൻ തീരുമാനിച്ചു, അതായത് എന്തായാലും പഠിക്കുന്നുണ്ടെങ്കിൽ ഞാൻ കമ്പ്യൂട്ടർ സയൻസ്, അതായത് കോഡിങ് ചെയ്തുകൊണ്ട് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് എനിക്ക് MBA ചെയ്യണമെന്നാണ് ആഗ്രഹം, ബിസിനസ് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ബിസിനസ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിസിനസ്സും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ കാരണം ബിസിനസ് ഒക്കെ. അപ്പോൾ നമ്മൾ ആദ്യം പറയണത് നമ്മൾ എങ്ങനെയാണ് ഫസ്റ്റ് പൈസ ഉണ്ടാക്കിയതാണ്. അതായത് ഞങ്ങള് ഫസ്റ്റ് പൈസ അല്ല, നിങ്ങൾ എങ്ങനെ ഫസ്റ്റ് പൈസ? ഞാൻ പറയാം. ഞാൻ സ്വന്തമായിട്ടാണെങ്കിലും സ്വന്തമായിട്ട് ഒരു 500 രൂപ ഞാൻ ഉണ്ടാക്കിയത് ട്രേഡിംഗ് വഴിയാണ്. ട്രേഡിംഗ് വഴി ഞാൻ ഉണ്ടാക്കിയത്. എനിക്ക് ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ബേസിക് അറിയാണ്ട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഒരാളാണ്. അതായത് ഗ്രോയിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ട്, ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങിയിട്ട് അതിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയ ഒരാളാണ് ഞാൻ. പിന്നെ ഞാൻ ബാംഗ്ലൂരായിരുന്നു. എൻ്റെ BBA ഏവിയേഷൻ കഴിഞ്ഞ് ഞാൻ ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ കിട്ടിയ പൈസ വെച്ചിട്ട് മാസം വീട്ടിൽ നിന്ന് പൈസ ആയിരിക്കും. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരു ഭാഗം സേവ് ചെയ്ത് വെച്ചിട്ട്, പിന്നെ ആ സേവ് ചെയ്ത എമൗണ്ട് നമ്മളെ ഓപ്ഷൻ സെല്ലിങ് നടത്തും. ഓപ്ഷൻ സെല്ലിങ്ങിൽ നമുക്ക് ഇന്ന ടൈം പീരീഡ് ഇല്ല. അതായത് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ആ സാധനം സെല് ചെയ്യാൻ പറ്റും. ആ രീതിയിൽ ഞാൻ സെല് ചെയ്ത് ഫസ്റ്റ് ഞാൻ ഉണ്ടാക്കിയ പ്രോഫിറ്റ് ആയിരുന്നു 500 രൂപ. ഒരു സാധനം ഞാൻ ഇന്നേ വരെ ഒരു സാധനവും നഷ്ടത്തിൽ ഞാൻ വിറ്റിട്ടില്ല. ചിലപ്പോൾ ഇപ്പം മാർക്കറ്റിൽ നിലവിലുള്ള പ്രൈസിന് ഞാൻ ചിലപ്പോൾ വിറ്റിട്ടുണ്ടായിരിക്കും, പക്ഷെ അതിനേക്കാളും ചെറിയ രീതിയിൽ ഞാൻ വിറ്റിട്ടില്ല. പക്ഷെ ഞാൻ വിറ്റു. ഇപ്പം ഞാൻ ഗൾഫിൽ വന്നിട്ടുണ്ടല്ലോ. ഗൾഫിൽ വരുന്നതിന് 2 ആഴ്ച മുമ്പ് സാഹചര്യം കൊണ്ട് ഞാനൊരു 4000 രൂപ ലോസിൽ എൻ്റെ ഷെയർ വിറ്റ്. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ 4000 രൂപ ലോസിൽ ഷെയർ വിറ്റ്. അതാണ് എനിക്ക് വന്നിട്ടുള്ള നഷ്ടം എന്ന് പറയാനല്ലേ, ഇതുവരെ വന്നിട്ടുള്ള നഷ്ടം. പിന്നെ പ്രോഫിറ്റ് എന്ന് പറയാനുണ്ടെങ്കിൽ ഞാൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ട്. കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞാൽ നമ്മളെപ്പോലത്തെ ചെറിയ എന്താ പറയുക, നമ്മളെ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ആവശ്യത്തിനുള്ള പൈസ ഞാൻ അതിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്.
പഠിക്കാണ്ട് കേട്ടോ. പഠിക്കാണ്ട് മീൻസ് നമ്മള് യൂട്യൂബിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ഗൈഡൻസ് വെച്ചിട്ട് ട്രേഡ് ചെയ്ത് പഠിക്കുന്നത്. പക്ഷേ എനിക്ക് ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ ട്രേഡിങ്ങിനോടല്ലല്ലോ താല്പര്യം. അല്ല, ഞാൻ സ്റ്റാർട്ടപ്പ് ചെയ്ത് പറഞ്ഞ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണ്. ഞാൻ ആദ്യമായിട്ട് കൊറോണ ടൈമിൽ തന്നെയാണ് ഷാരിഖ് ശംസുദ്ദീൻ, മറ്റേ ദൈവം അതിശക്തം അതിശക്തമാണ്, ഇപ്പോഴും അതിശക്തമായി മുന്നേറുന്നുണ്ടായിരുന്നു. അപ്പോ ഷാരിഖ് ശംസുദ്ദീന്റെ സീരീസ് അപ്പാണ് നടക്കുന്നത്. അപ്പൊ ഞാൻ ഒരു നോട്ട്ബുക്ക് എടുത്തിട്ട് ഇങ്ങനെ എഴുതും, ഓരോ ലെസൺ എഴുതും. അത് കൊറോണ ടൈമിൽ, അതായത് ആരുമില്ല, നമ്മ വീട്ടില് അടിച്ചുപൊട്ടിക്കുന്നതല്ലേ, നമ്മ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിട്ട്. അപ്പോ ഞാനാണ് അപ്പോൾ റെക്കമെൻഡ് ചെയ്തതല്ലേ ഷാരിഖ് ശംസുദ്ദീനെ. അപ്പോ ഞാനിങ്ങനെ ഫുൾ എല്ലാ എപ്പിസോഡും ഇരുന്ന് കാണും. പക്ഷെ എൻ്റെ കയ്യിൽ എനിക്ക് അക്കൗണ്ട് തുടങ്ങാൻ പറ്റില്ല, കാരണം എനിക്ക് 18 വയസ്സായിട്ടില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, നിങ്ങളോട് പറഞ്ഞിട്ട് പാൻ കാർഡ് വാങ്ങിക്കാൻ പറഞ്ഞ്, എൻ്റെ പേരിൽ പാൻ കാർഡ് ചെയ്യാൻ പറഞ്ഞ്. അപ്പൊ എനിക്ക് മൈനസ് പാൻ കാർഡ് കിട്ടി. എൻ്റെ അത് വെച്ച് ഞാൻ അക്കൗണ്ട് ഓപ്പൺ ആക്കി തോന്നുന്നു. അത് കഴിഞ്ഞിട്ടാണോ അല്ല 18 കഴിഞ്ഞിട്ടാണോ എനിക്ക് ഓർമ്മയില്ല. പിന്നെ നമ്മളെ യൂട്യൂബിൽ ദ റിയൽ ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഒരാളുണ്ടായിരുന്നു. അയാൾ നന്നായിട്ട് ഗൈഡ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ഇപ്പൊ അയാളുടെ വീഡിയോസ് ഒന്നും യൂട്യൂബിൽ കാണുന്നില്ല. എന്ത് സംഭവം? നിർത്തിയ ഞാൻ ചിലപ്പോ കണ്ടിട്ടുണ്ടാവും എനിക്ക്, പക്ഷെ പെട്ടെന്ന് വന്നിട്ട് ഓർമ്മ ഉണ്ടാവില്ല. അപ്പോ അങ്ങനെയാണ് ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങുന്നത്. കുറെ പഠിച്ചു, പക്ഷെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക്. എന്നിട്ട് പിന്നെ ഞാൻ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ഫസ്റ്റ് ഇയറിൽ തുടങ്ങുമ്പോൾ. പിന്നെ എനിക്ക് ക്രിപ്റ്റോട് താല്പര്യം ഉണ്ടായിരുന്നു. ക്രിപ്റ്റോ ഞാൻ അത്യാവശ്യം യൂട്യൂബിലൊക്കെ പഠിച്ചിട്ട് ചെയ്തു. അത്യാവശ്യം നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതുപോലെ കളഞ്ഞിട്ടുണ്ട് ഞാൻ. അതാണ് പ്രത്യേകത. പിന്നെ ഫോറക്സും ട്രൈ ചെയ്തിട്ടുണ്ട്. അച്ഛൻ്റെ പൈസ കളഞ്ഞിട്ടുള്ള മോനാട്ടോ അത്. അച്ഛൻ പറഞ്ഞിട്ട് ഒരു ബ്രോക്കർ എന്നെ കോൾ ചെയ്ത് അതായത് ഫോറക്സ് പഠിപ്പിച്ചു തരാൻ പറഞ്ഞു. എൻ്റെ ഏകദേശം ഇന്ത്യയിലത്തെ 50,000 റുപ്പീസ് ഞാൻ ഫോറക്സിൽ അച്ഛൻ തന്നിട്ട് ഞാൻ ഫോറക്സിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വീഡിയോ ഭയങ്കര എന്തെല്ലോ ആണ് വീഡിയോ. നീ സംസാരിച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് നിന്റെ ഫേസ് എല്ലാം അനങ്ങുന്നില്ലേ, ഫേസ് അനങ്ങുന്നല്ലേ സംസാരിക്കുന്നത്. ഇപ്പൊ ഇല്ല പണ്ടാരം ഉണ്ണി ഞങ്ങളെ വീടുകളായി. അപ്പോൾ ഫോറക്സിൽ ഞാൻ ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ ഫോറക്സിൽ ഇങ്ങനെ ഇറങ്ങിയിട്ട് 50,000 റുപ്പീസ് വെച്ചിട്ടാണ് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങിയത്. പക്ഷേ ആദ്യത്തെ കുറച്ച് വീക്കെല്ലാം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് ഷാരിഖ് ശംസുദ്ദീൻ്റെ ആ പറഞ്ഞ ഇതെല്ലാം ഓർമ്മ ഉണ്ട്. അതായത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ലോസ് വെക്കണം, വെക്കണം. ട്രേഡിംഗ് ആണല്ലോ ബേസിക്കലി. സ്റ്റോപ്പ് ലോസ് വെക്കണം, മറ്റേത് വെക്കണം. അപ്പോൾ എനിക്ക് ഈ ഇൻസ്ട്രക്ടർ ആളെ അസൈൻ ചെയ്തിട്ടുണ്ട്. അയാളോട് ഞാൻ ചോദിച്ചു സ്റ്റോപ്പ് ലോസ് വെക്കണ്ടേ. ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഗോൾഡിലാണ്. ആ ടൈമിൽ ഗോൾഡ് കയറ്റമുണ്ടല്ലോ. ഇപ്പോഴും ഗോൾഡ് നല്ല പ്രൈസിലാണുള്ളത്. അപ്പോൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് പിറ്റേ ദിവസമാണ് നിങ്ങൾക്ക് അറിയാമായിരിക്കും, US-ന്റെ ആരാണ് മൈക്കിൽ വന്നിട്ട് പറയുമ്പോഴേക്ക് സ്റ്റോക്കുകൾ ഇങ്ങനെ പൊന്തിപ്പോകുന്നത്. അയാൾ വന്ന് പറഞ്ഞ് സാധനം ഒറ്റ കയറ്റം ഫുള്ള് പൈസ മൊത്തം പോയി. അങ്ങനെയാണ് ഫോറക്സിൽ എനിക്ക് ലോസ് വന്നത്. പക്ഷേ ക്രിപ്റ്റോയിൽ ഞാൻ ഡീസൻ്റ് ആയിട്ട് എമൗണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ നഷ്ടപ്പെട്ടിട്ടുമുണ്ട് അത്യാവശ്യം. ക്രിപ്റ്റോയിൽ പൈസ ഇട്ടിട്ട് ഉണ്ടാക്കിയ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പക്ഷെ അതേപോലെ പോയ ആൾക്കാർ കുറെ ആൾക്കാരുണ്ട്. ക്രിപ്റ്റോ എന്ന് പറഞ്ഞാൽ എന്താ പറയലേ, ഒരു എന്താ പറയാ, അതിന് വിവരിക്കാൻ പറ്റില്ല. അതായത് നമ്മുടെ നാട്ടില് ഇപ്പോ കുറച്ച് മുതിർന്ന ആൾക്കാർക്കൊന്നും അതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏണിങ് എത്രയാന്ന് പറഞ്ഞാൽ അവർക്ക് അത് ദഹിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ അത്രയും വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ക്രിപ്റ്റോ. അതായത് നമ്മളിപ്പോ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ 20% കയറി 30% കയറി എന്നല്ലേ. ഇവിടെ അങ്ങനെയല്ല. 10x ആയി, 20x ആയി, 2x ആയി. പക്ഷെ അതുപോലെ തന്നെ ഒരേ ദിവസം 100% ക്യാപിറ്റലും ഡ്രെയിൻ ആക്കാൻ പറ്റും. അപ്പോൾ അതാണ് ക്രിപ്റ്റോയിൽ കയറുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ജേണി എന്ന് പറയുന്നത് ഇതാണ്. പക്ഷേ എൻ്റെ ആക്ച്വൽ ഫസ്റ്റ് ആയിട്ട് എനിക്ക് മണി ഏൺ തുടങ്ങിയത് ഞാൻ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടാണ്. ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ ദുബായിലുണ്ടാകുമ്പോൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ടിക്ടോക്കിൽ ഞാനൊരു സ്റ്റോർ ഇട്ട് FITS1 എന്ന് പറഞ്ഞിട്ട്, അതായത്
മറ്റേ ബാക്ക് സ്ട്രെച്ചർ ഇല്ലേ? നമുക്ക് ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്തെന്ന് പറഞ്ഞു കൊടുക്കാം ആദ്യം. ഓക്കെ, അപ്പോൾ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മളിപ്പോൾ ഒരു സപ്ലയർ ഉണ്ട്, പിന്നെ നമ്മളതിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കും. അത് ഇൻസ്റ്റാഗ്രാം പേജ് ആയാലും മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ നമ്മൾ കസ്റ്റമറിനെ കണ്ടുപിടിക്കും, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഇയാളെ നിന്ന് ഓർഡർ എടുക്കും, പൈസ എടുക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ഈ സപ്ലയറിന് ഈ പൈസയും കൊടുക്കും, ഇയാളുടെ ഡീറ്റെയിൽസും കൊടുക്കും. എന്നിട്ട് ഈ സപ്ലയർ ആയിരിക്കും ആർക്ക്? ഈ കസ്റ്റമറിന് ഡെലിവറി ചെയ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ ഇതിൻ്റെ ഇടയിൽ ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ഓഫ് ചെയ്തത് പറഞ്ഞാൽ ദുബായിലാണ് ചെയ്തത്. അതായത് US മാർക്കറ്റിലായിരുന്നു ഫസ്റ്റ് ഞാൻ ചെയ്തത്. US മാർക്കറ്റിൽ ഞാൻ പൈസ ഉണ്ടാക്കിയില്ല, പക്ഷേ എനിക്ക് ടിക്ടോക്കിൽ 60 മില്യൺ പ്ലസ് വ്യൂസ് കിട്ടിയിരുന്നു എൻ്റെ പ്രോഡക്റ്റിന്. അപ്പോൾ ഞാൻ ബാക്ക് സ്ട്രക്ചർ എന്ന് പറഞ്ഞിട്ട് നമ്മളെ, അതായത് സാധനം ഉടായ്പാണ്, പക്ഷേ അതായത് നമ്മളിങ്ങനെ കിടക്കുമ്പോഴേക്ക് ബാക്കിലിങ്ങനെ എന്ന് പറഞ്ഞിട്ട് സൗണ്ടൊക്കെ വരുന്നത് അങ്ങനത്തെ ഒരു ടൈപ്പ് റീലാണ് ഞാൻ ചെയ്തുകൊണ്ടായത്. അപ്പോൾ അതിന് 60 മില്യൺ പ്ലസ് വ്യൂസ് കയറി. എൻ്റെ സ്റ്റോറിന് എത്ര നല്ല, അതായത് അറൗണ്ട് $5,000 $5,000 പറഞ്ഞില്ല, 3,000 5,000 ഏകദേശം ആ ഒരു റേഞ്ചിൻ്റെ ഓർഡർ ആൾക്കാർ പ്ലേസ് ചെയ്യാൻ പോയി. പക്ഷെ പ്ലേസ് ചെയ്യാൻ പോകുമ്പോഴേക്ക് ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ വർക്കാവില്ല. എനിക്കത് അറിയില്ലായിരുന്നു, ഞാൻ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതല്ലേ. അപ്പോൾ ഈ പേയ്മെൻറ്റ് ഗേറ്റ് വേ സെറ്റപ്പ് ഒന്നും ഞാൻ മര്യാദയ്ക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു പേപ്പാൾ വെച്ചിട്ട്. പക്ഷേ ആ പേപ്പാളും ശരി വർക്കാകുന്നുണ്ടായില്ല. ഇതാണ് എൻ്റെ ആദ്യത്തെ ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് ജേണി എന്ന് പറയുന്നത്. പിന്നെ നാട്ടിലേക്ക് വന്നു, അതായത് ഫസ്റ്റ് ഇയർ കോളേജ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അവിടെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് പറഞ്ഞാൽ ഈ വാച്ചസും ഷൂസും മെയിനായിട്ട് അത് റീസെൽ ചെയ്യുന്നതാണ് സംഭവം. ഞാൻ പേജ് സ്റ്റാർട്ട് ചെയ്ത് റിവോൾവ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് അതിൻ്റെ പേജെല്ലാം ഇപ്പോഴും അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ റിവോൾവ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്ത്, എന്നിട്ട് ആഡ്സ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഓർഡേഴ്സ് വരാം, അതായത് നിർത്താൻ പറ്റാത്തത്ര ഓർഡേഴ്സ് വരാൻ. ഒരു ദിവസം ഒരു മിനിറ്റ് നമുക്ക് എത്ര 20-30 ഓർഡേഴ്സ് എല്ലാം വന്നുകൊണ്ടായിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ അപ്പോട്ടനെ ആഡ് ചെയ്തു. അപ്പോൾ ഈ കോളേജിൽ ഈ റൂമിൽ ഹോസ്റ്റലിൽ ഞാൻ നിൽക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സും ഉണ്ട് ഹോസ്റ്റലിൽ. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ ആൾക്കാരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കും, എന്നിട്ട് പിന്നെ ഇങ്ങനെ ഓർഡർ എടുത്തുകൊണ്ട് നിൽക്കും. ഇവർക്കൊന്നും അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നത്. ഞാനിങ്ങനെ ബാത്റൂമിൽ പോയിട്ട് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ട് നിൽക്കും. ഇവന്മാർ എന്താ നീ ബാത്റൂമിൽ ചെയ്ത് വിളിച്ചോണ്ട് നിൽക്കും. എന്നിട്ട് ഇങ്ങനെയാണ് എൻ്റെ നാട്ടിലത്തെ സ്റ്റോറിൻ്റെ ജേണി. എന്നിട്ട് പിന്നെ നിങ്ങൾ ആഡ് ചെയ്ത് തന്നോ. പിന്നെ നമ്മളെന്ത് ചെയ്തേ? അത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കുറെ പ്രശ്നങ്ങൾ വന്നു. അതായത് അല്ല, അതിന് മുമ്പേ കസ്റ്റമേഴ്സിന് പ്രോപ്പർ ആയിട്ട് ഡെലിവറി എത്തുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വന്നു. അതിൻ്റെ ഇടയ്ക്ക് ജസ്റ്റ് ആയിട്ട് സ്റ്റോപ്പായി. അത് മാത്രമല്ല, പിന്നെ നമുക്ക് ആ ടൈമിൽ ഏറ്റവും കൂടുതൽ സെല് ചെയ്തുകൊണ്ടായത് സ്പിന്നിങ് വാച്ചാണ്. സ്പിന്നിങ് വാച്ചിന് വേണ്ടിയിട്ട് അലിബാബയിൽ ഞങ്ങൾ അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ട് ആ ബിസിനസ്സിൽ നിന്ന് അത്യാവശ്യം പ്രോഫിറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അലിബാബയിൽ ഞങ്ങള് അലിബാബ എന്ന് പറഞ്ഞാൽ അറിയാലോ, ചൈന ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്, വലിയ മാർക്കറ്റാണ്. നമ്മളെ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലുള്ള ഒരു മാർക്കറ്റാണ് അലിബാബയിൽ ചീപ്പായിട്ട് സാധനങ്ങൾ കിട്ടും. ബൾക്കായിട്ട് നമ്മൾ ഓർഡർ എടുക്കണം. പക്ഷെ ബൾക്കായിട്ട് ഓർഡർ എടുത്തെങ്കിൽ മാത്രമേ നമുക്ക് ചീപ്പായിട്ട് പ്രൊഡക്റ്റ് കിട്ടും. അതായത് ഇഷ്ടംപോലെ വെണ്ടേഴ്സ് ഉണ്ടാവും. വെണ്ടേഴ്സ് നമുക്ക് ഇങ്ങോട്ട് പ്രൈസ് പറയും, അവർ ഇത്ര കാറ്റലോഗ് അയച്ചു തരും. എന്നിട്ട് നമ്മളോട് പറയും ഇന്ന പ്രൈസിന് ഞാൻ നിങ്ങൾക്ക് സാധനം തരാം, നിങ്ങൾ ഓർഡർ എടുക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇത്ര പൈസ ഞങ്ങൾ ഇന്ന് കുറച്ച് തരാൻ പറ്റും എന്ന് പറഞ്ഞിട്ട് കുറേ വെണ്ടേഴ്സ് വരും. അപ്പോൾ നമുക്ക് നെഗോഷ്യബിൾ ആക്കിയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഏതെങ്കിലും വെണ്ടേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ആ വെണ്ടേഴ്സിൻ്റെ അടുത്ത് സാധനം എടുക്കാം. അപ്പോൾ നമ്മൾ ഒരു വെണ്ടറെ സമീപിച്ച്, പക്ഷെ അയാൾ ഭയങ്കര ട്രസ്റ്റഡ് ആയിരുന്നു. അതായത് അതിൽ ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളെ കുറ്റം പറയാൻ പറ്റില്ല. എന്താ വെച്ചാൽ അങ്ങനെ ഞങ്ങളെ കൺവിൻസ് ചെയ്തതാണ്. പക്ഷെ ഞങ്ങൾ ഫസ്റ്റ് ആദ്യമായിട്ടല്ലേ ഇങ്ങനത്തെ ഒരു മേഖലയിൽ ആദ്യം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. 200 rupees പെർ പീസിന് നമ്മൾ എത്ര ഓർഡർ ചെയ്തേ? 40,000 rupees സാധനം ഓർഡർ ചെയ്തു. പിന്നെ സാധനം കിട്ടിയില്ല, അത് പൈസ പോയി. എക്സ്ക്ലൂസീവ് സാധനമാണിത്, ആരും അറിഞ്ഞിട്ടില്ല ഇതുവരെ. ഇന്നലെ ഞങ്ങൾ ഇതിന് എപ്പിസോഡ് എടുക്കണമെന്ന് പറയുമ്പോ അത് ഇവനോട് പറഞ്ഞു. ഞാൻ പകുതി ശേഖരിച്ച് വെച്ചിട്ടുണ്ട പൈസ, ബാക്കി ഇവനെടുത്ത പൈസ രണ്ടും പോയി. ആരോട് പറഞ്ഞില്ല, കാരണം എന്ന് വെച്ചാൽ ആർക്കും അറിയില്ല ഞങ്ങളെ കയ്യിൽ ആ പൈസ ഉണ്ടായത്. ആർക്കും അറിയില്ല, പോയത് ആരും അറിഞ്ഞില്ല. അതുകൊണ്ട് കുഴപ്പമില്ല, അത് ടാലി ചെയ്യാൻ പറയാണ്.
പിന്നെ അങ്ങനെയായിരുന്നു അതായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയൊരു ഷോക്ക്. പിന്നെ അല്ല, ആദ്യം കിട്ടിയ ഷോക്ക് ഇവന്റെ ഒരു വലിയ എമൗണ്ട് പോയത്, അതിനുശേഷം കിട്ടിയ ഷോക്ക് ഇതായിരുന്നു. പക്ഷെ അത് ഈ ഫോറക്സ് എമൗണ്ട് പോയത് ഇതിന് ശേഷമാണ്. ഇതിന് ശേഷം അത് ഞാൻ ആ ഇൻവെസ്റ്റ്മെന്റ് പോയ ഷോക്ക് ഇതായിരുന്നല്ലേ. ഇൻവെസ്റ്റ്മെന്റ് ജേണി പറയുമ്പോ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞെന്നുള്ളൂ. അപ്പോ അതിനുശേഷം അല്ലേ ഞങ്ങളത് അതിനുശേഷം നമ്മള് സാൻഡൽ വില്ല എന്ന് പറഞ്ഞ അത് ഞങ്ങൾ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നു. സാൻഡൽ വില്ല എന്ന് പറയുന്നത് ഒരു വുമൻസിന് എക്സ്ക്ലൂസീവ് ആയിട്ട് തുടങ്ങിയ ഒരു സ്റ്റോർ ആയിരുന്നു, ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ ആയിരുന്നു. അതായത് പെണ്ണുങ്ങൾക്കുള്ള സ്ത്രീകൾക്കുള്ള ചെരുപ്പും ഡ്രസ്സും പിന്നെ കോസ്മെറ്റിക് ഐറ്റംസും ഒക്കെ സെല് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോറായിരുന്നു സാൻഡൽ വില്ല. പിന്നെ സാൻഡൽ വില്ലേൻ്റെ ഒരു സ്റ്റോറ് ഞങ്ങൾക്ക് ഫിസിക്കലായി തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അത് നടന്നില്ല. പെരിയയുടെ ഒത്ത നടക്ക് ഞങ്ങൾക്ക് തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. എപ്പോഴേലും നടക്കുന്നതിനൊരു പ്രതീക്ഷ. പക്ഷെ നമ്മള് ആ പ്ലാൻ ചെയ്തതിന് ശേഷം അവിടെ സാൻഡൽസിന്റെ ഒരു ഷോപ്പ് തുടങ്ങിയിട്ടാ നമ്മൾ പറഞ്ഞ അതേ മോഡലില്. അതാണ് കഴിവില്ലവരങ്ങനെ എക്സിക്യൂട്ട് ചെയ്യും. ഇങ്ങനെ ഞങ്ങള് ഇങ്ങനെ ആലോചിച്ചിരുന്ന അത് ശരിക്കും വലിയൊരു പാടാണ്. വെറുതെ മനസ്സിൽ ആലോചിച്ചു കൂട്ടാൻ ആർക്കും പറ്റും. ഞങ്ങളെ പോലെ ഞങ്ങൾ ആ ലെവലിൽ പെട്ട ആൾക്കാരാണ്. വെറുതെ ഇഷ്ടംപോലെ ആലോചിച്ച് കൂട്ടും, പക്ഷെ നടത്തൂല ഒന്നും. ആഗ്രഹമുണ്ട് നടത്തണമെന്ന്, പക്ഷെ എന്താ നടത്താനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ്. പിന്നെ അപ്പൊ വേറൊരാൾ തുടങ്ങി, അയാള് മോശമില്ലാത്ത ബിസിനസ്സുമായിട്ട് പോകുന്നുണ്ടെന്നാണ് എനിക്ക് അറിയാൻ പറ്റി അറിഞ്ഞത് എനിക്ക്. പിന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ മദീനനെ പൊട്ടിക്കാൻ വേണ്ടിട്ടില്ല, അതിനു മുമ്പേ സ്വാമിനെ പൊട്ടിക്കാൻ വേണ്ടി. അതായത് പറയാം, നമ്മുടെ കാസർഗോഡ് ജില്ലയിലൊക്കെ നമ്മുടെ ഓയിലില്ലേ, രുചി ഗോൾഡ് എന്നൊക്കെ പറയും. രുചി ഗോൾഡ്, സൺഫ്ലവർ ഓയിൽ എന്നൊക്കെ പറഞ്ഞ വേണ്ടി ഉപയോഗിക്കുന്ന പാം ഓയിൽ ഉണ്ട്. ആ പാം ഓയിൽ നമ്മുടെ കാസർഗോഡ് ജില്ലയിലൊക്കെ ഡെലിവറി ചെയ്യുന്നത് സ്വാമി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അതായത് മാംഗ്ലൂരിൽ ഡയറക്റ്റ് ഡെലിവറി ചെയ്യുന്നതാണ്. അവരാണ് ഹോൾസെയിലേഴ്സിലേക്ക് ഡെലിവറി ചെയ്യുന്നത്, അവരാണ് റീറ്റെയിലേഴ്സിൽ കൊടുക്കുന്നത്. അപ്പോ എന്തുകൊണ്ട് ഞങ്ങൾക്ക് സ്വാമിനെ കടത്തി വെട്ടിക്കൂടാന്നുള്ളൊരു തോന്നല് പെട്ടെന്ന് തോന്നും. സ്വാമിനെ ഡിസ്റപ്റ്റ് ചെയ്യണമെന്നായിരുന്നു. അതായത് അടിയോടുകൂടി ഉന്മൂലനം ചെയ്യണമെന്നുള്ള ആഗ്രഹം. ഒന്നും നോക്കിയില്ല, അപ്പൊന്നെ വിളിച്ച് നമ്മുടെ ഹോൾസെയിലർ ഡീലർ ചെന്നൈയിൽ ഞങ്ങൾ ഓൺലൈനിൽ രുചി ഗോൾഡിന്റെ സൈറ്റിൽ കയറിയിട്ട് കോൺടാക്ട് കിട്ടിയില്ല. മെയിൽ അയച്ചിട്ട് റെസ്പോൺസ് തിരിച്ച് റെസ്പോൺസ് വന്നു. റെസ്പോൺസ് വന്നിട്ട് അതിൽ നമ്പറിൽ ഞങ്ങൾ കോൺടാക്ട് ചെയ്തു. ഞങ്ങൾ തമിഴിൽ വലിയ ഇവിടുത്തെ ചക്കയാണ് മാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങക്ക് 5 ലോറി ഉണ്ട്, പിന്നെ ഇതുണ്ട് 2 വെയർ ഹൗസ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് തള്ള തുടങ്ങി. അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു, അതായത് അവര് ബോക്സ് അനുസരിച്ച് ഡെലിവറി ചെയ്യൂല, മിനിമം 1 ട്രക്ക് 2 ട്രക്ക് ആ രീതിയിലാണ്. അതായത് ഒരു ട്രക്കിന് അവർ പറഞ്ഞ പൈസ പറഞ്ഞ 20 ലക്ഷം റുപ്യ ഒരു ട്രക്ക് ബൾക്കായിട്ട്. അതായത് നമ്മൾ ലൂസ് പാക്കറ്റ് മീൻസ് അതായത് ഒരു 10 ബോക്സ് 20 ബോക്സ് ആയിട്ടൊന്നും അവർ അൺലോഡ് ചെയ്യൂല, ഡെലിവറി ചെയ്യൂല. മിനിമം ഒരു കണ്ടെയ്നർ അത് 20 ലക്ഷം റുപ്യ കോസ്റ്റ്. അത് പക്ഷെ ആ 20 ലക്ഷം കോസ്റ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ പ്രോഫിറ്റ് കിട്ടുന്ന പറഞ്ഞാൽ 3 ലക്ഷം റുപ്യ അല്ലേ. അത് വിൽക്കാൻ പറ്റിയ ആർക്കാനും ചെയ്യാൻ പറ്റുന്ന കാര്യം കേട്ടോ. എന്താ വെച്ചാല് പക്ഷെ അത്ര മോണോപ്പൊളിയാണ് സ്വാമിയുടെ മോണോപ്പൊളി. സ്വാമി ഇത് കാണുന്നുണ്ടെങ്കിൽ സോറി, ഒന്നും ചെയ്യാൻ പറ്റില്ല. സ്വാമി മോണോപ്പൊളിയായിട്ട് ഇപ്പോഴും മുമ്പിൽ നിൽക്കുന്നുണ്ട്. നല്ല മാർക്കറ്റിങ്ങും പുതിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വാമിനെ കടത്തിവിട്ടാൻ പറ്റും. അതിന് വേണ്ടിട്ടാണ് ഞങ്ങൾ ലോജിസ്റ്റിക്സിലേക്ക് ഒരാളെ വിടുന്നുണ്ട്. അതായത് ആരെങ്കിലും ഹയർ ചെയ്യുന്നുണ്ടെങ്കിൽ ലോജിസ്റ്റിക്സ് എന്താ പറയാ, ട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. അതായത് സ്വാമി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഹോൾസെയിലേഴ്സിനെല്ലാം ക്രെഡിറ്റ് കൊടുക്കുന്നുണ്ട്. ക്രെഡിറ്റിനാകുമ്പോൾ ഹോൾസെയിലേഴ്സ് എന്തായാലും ഒബ്വിയസ്ലി സാധനം വാങ്ങിക്കും. നമ്മളതിൽ ക്രെഡിറ്റ് കൊടുക്കാൻ നമുക്ക് പറ്റില്ല. അതാണ് വ്യത്യാസം. പിന്നെ നമ്മുടെ മറ്റേ ഇതില്ലേ കെമിക്കല് മാമന്റെ കെയർ ഓഫില് നമ്മള് വിളിച്ച കെമിക്കല് അത് മറ്റേ ഫെർട്ടിലൈസർ പ്ലാന്റ്സിനെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഫെർട്ടിലൈസേഴ്സിന് വേണ്ടി ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോ അതും വേറൊരു നടക്കാതെ പോയ പ്ലാനാണ്. നമ്മുടെ അത് മാമന്റെ ലൊക്കാലിറ്റി കേട്ടോ. നമ്മുടെ മാമന്റെ ഒക്കെ വീട് എന്ന് പറഞ്ഞാല് തോട്ടം, ഇഷ്ടംപോലെ തോട്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ആ പ്രൈം ഹബില് ഒരു ഫെർട്ടിലൈസറിന്റെ ഷോപ്പില്ല. എല്ലാവരും ഇവിടുന്ന് പൊയിനാച്ചിന്നും പിന്നെ കുണ്ടമ്പുഴ ആ ഭാഗത്തുനിന്ന് ഇവിടുന്നാണ് ഫെർട്ടിലൈസർ വാങ്ങിക്കുന്നത്.
അപ്പോൾ എന്തുകൊണ്ട് പെരളടുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു ഫെർട്ടിലൈസറിന്റെ കമ്പനി തുടങ്ങിക്കൂടാന്നുള്ളൊരു ആലോചന വന്നു. ഞങ്ങൾ വിളിച്ചു. എൻ്റെ ഒരു കസിൻ ഡ്രൈവറാണ്. അപ്പോൾ അവർ സ്ഥിരം ലോഡ് എടുക്കുന്ന ഇവിടെ നമ്മളെ എന്താ പറയുക മൈസൂരിനടുത്ത് ഏതൊരു ഫെർട്ടിലൈസർ കമ്പനി എന്നാണ്. അപ്പോൾ അവരെടുത്ത് നിന്ന് അവരെ കോണ്ടാക്ട് ചെയ്തിട്ടാകുമ്പോൾ അവർ ഇതേപോലെ പറഞ്ഞു മിനിമം ഓർഡർ ക്വാണ്ടിറ്റി ഉണ്ടായിരിക്കും, അതിനനുസരിച്ച് സാധനം മാത്രമേ. പക്ഷെ അതിനു മുമ്പ് നമ്മൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്തിട്ടില്ലേ റിബോൾ സ്റ്റോർ. അപ്പൊ നമ്മൾ ഷോപ്പ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നല്ലോ ഓർമ്മ. ഡ്രോപ്പ് ഷിപ്പിംഗ് സാധനം വെയർ ഹൗസ് ആക്കാൻ വേണ്ടിട്ട് മാമനോട് ചോദിച്ച്, എന്നിട്ട് മാമൻ ആരെല്ലാം വിളിച്ചിട്ട് ചോദിച്ചില്ലേ അത് നമ്മ ഇമ്പോർട്ട് എക്സ്പോർട്ട് ബിസിനസ്സില്. ഇനി പറഞ്ഞാൽ ഇന്ന് ഇവിടെ ഒന്നും തീരില്ല. ഇതൊരു മെഗാ എപ്പിസോഡായിട്ട് ഞങ്ങള് കണ്ടിന്യൂ ചെയ്യേണ്ടി വരും. അതായത് ഇത് ഒരു 10 മണിക്കൂർ പോരാ, അത്രക്ക് പറയാനുള്ള കഥകളുണ്ട്. ഞങ്ങൾ ഒന്നിച്ചുണ്ടാകുമ്പോ വെറുതെ എന്തൊക്കെയോ സംസാരിക്കും, ഒരാവശ്യം ഉണ്ടായില്ല. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ കാട് കയറി പോകും. വെറുതെ സൊറ പറയും ഇങ്ങനെ. നമ്മളെ പേര് പോലെ തന്നെ സൊറ പാറ. അപ്പോ അതാണ് ഞങ്ങളെ ബിസിനസ്. പക്ഷെ ഞങ്ങൾ കാര്യമായിട്ടൊരു ബിസിനസ് അധികം പറയുന്നു. മാർക്കാണ് ശേഷം ഇപ്പൊ ഞങ്ങളെ പ്രൈമായിട്ടുള്ള ലക്ഷ്യം എന്താ വെച്ചാൽ ഞങ്ങൾക്ക് 2 ഡിഫറെന്റ് എടുക്കുന്നില്ല. അതെന്തായാലും നമ്മൾ എടുക്കും, അത് വേറെ കാര്യം. അപ്പോ അത് ഞങ്ങൾ രജിസ്റ്റർ കറോല് പോയിട്ട് GST രജിസ്ട്രേഷനും അയാള് എപ്പോഴും വിളിക്കലുണ്ട്, എപ്പോഴും ലൈസൻസ് എടുക്കാൻ വേണ്ടിട്ട്. അത് ഞങ്ങക്ക് കുറച്ചൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യേണ്ട ഐഡിയ ഒക്കെ ഇത്ര കാലം ഞങ്ങൾ ട്രൈ ചെയ്തതിലും എന്താ സക്സസ്ഫുൾ ആയതിലും പിന്നെ നമ്മൾ കുറെ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോ പിന്നെ നമ്മൾ വേറൊരു ബിസിനസ് തുടങ്ങിയത് പറയണം. പഠിക്കുന്ന സമയത്തല്ല ചെയ്തത്. അതെ, അത് വേറെ കാര്യം. പക്ഷെ അത് വലിയ കാര്യമൊന്നുമല്ല. നമ്മളെ പ്രായത്തിലുള്ളവര് 21 വയസ്സായിട്ട് അപ്പോ അതായത് സെപ്റ്റോന്റെ മുതലാളിക്ക് 18 വയസ്സുണ്ടാകുമ്പോ ഞാൻ ബാംഗ്ലൂർ പഠിക്കുമ്പോ പിള്ളേരൊക്കെ പാർട്ട് ടൈം ജോബിന് പോകുന്നുണ്ട് സെപ്റ്റോന്റെ ഡെലിവറി ബോയ്സ് ആയിട്ട്. അതായത് അവർക്ക് ഒരു ഡെലിവറിക്ക് എത്ര പൈസ, അതുകൊണ്ട് ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ എത്ര ആണ്. ബിസിനസ് സ്ട്രാറ്റജി എന്താണ് സെപ്റ്റോന്റെ അവര് ആ 15 മിനിറ്റ് ആ റേഞ്ച് ക്യാപ്ചർ ചെയ്തു. ഫസ്റ്റ് അവരാണ് ക്യാപ്ചർ ചെയ്ത് തോന്നുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സൊമാറ്റോ സെപ്റ്റോനെ അക്വയർ ചെയ്തു. അതിനുശേഷം അതിനുശേഷം കുറെ സാധനം ഇറങ്ങിയിട്ടില്ലേ. എനിക്കൊന്ന് ഇവര് ഈ ക്ലൗഡ് കിച്ചൺ അല്ലോ ഇല്ലേ, അതുപോലെ അവർ തന്നെ വെയർ ഹൗസ് ഉണ്ടാവും. ഓരോ സ്ഥലത്തും അവർ തന്നെ വെയർ ഹൗസ് ഉണ്ടാവും. അപ്പൊ അവിടെ തന്നെ അവരെടുത്തിട്ട് കൊണ്ടുവരുന്നതാന്ന് തോന്നുന്നു. ആണ് എനിക്ക് തോന്നുന്നത് അതിനെ കുറിച്ച്. അതിന്റെ അല്ലാതെ റീറ്റെയിലേഴ്സിന് ഹോൾസെയിലേഴ്സിന് എടുക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അത്ര പ്രോഫിറ്റ് കിട്ടാൻ പറ്റില്ല. അത്ര പ്രോഫിറ്റ് കിട്ടൂലല്ലോ. ഇല്ല, പക്ഷെ 15 മിനിറ്റ്സ് കൊണ്ട് അവർ കറക്റ്റ് ഡെലിവറി ചെയ്യുന്നുണ്ട്. എടുക്കുന്നുണ്ട്, ചെറിയ പൈസ എടുക്കുന്നുള്ളൂ. പക്ഷെ നമ്മൾ കോഴിക്കോട് ഉണ്ടാകുമ്പോ എത്ര ഓർഡർ ചെയ്തോണ്ടായിരുന്നല്ലേ. പക്ഷെ അത് സെപ്റ്റോ എന്നല്ലല്ലോ, അത് ഇതായിരുന്നു. അത് മറ്റേ സ്വിഗ്ഗിയുടെ 15 മിനിറ്റ് ആയിരുന്നു. സ്വിഗ്ഗിയുടെ 15 മിനിറ്റ്. അതായത് നമ്മൾ റീറ്റെയിൽ സ്റ്റോറിൽ പോയിട്ട് നോക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ചീപ്പായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ സാധാരണക്കാരന് ഭയങ്കര യൂസ്ഫുൾ ആണ് ആ സ്വിഗ്ഗിന്റെ ഓഫർ. പിന്നെ നമ്മൾ പറയുന്നുണ്ടെങ്കിൽ ഫ്രോസ്റ്റ് ബൈറ്റ് ഞങ്ങളെ കാര്യമായ ഒരു ബിസിനസ് ഐഡിയ ആണ്. അതായത് ഇവിടെ നമ്മൾ UAE മക്ഡൊണാൾഡ്സിന്റെ ഐസ്ക്രീം അല്ലോ അല്ലേ, അതുപോലെ ഒരു മിനി ഐസ്ക്രീം ഔട്ട്ലെറ്റാണ്. ഫസ്റ്റ് നമ്മൾ പോയിനാച്ചി വെച്ച് സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അത് ഞങ്ങൾ ഫുള്ള് എക്യുപ്മെൻറ്റ്സിൻ്റെ കോസ്റ്റും ഇതെല്ലാം വെച്ചിട്ട് ഞങ്ങളൊരു പ്രസൻറ്റേഷൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റേഴ്സിന് വേണമായിരുന്നു ഞങ്ങൾക്ക് ഫസ്റ്റ്. അപ്പോൾ എന്നാൽ മാത്രമേ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഒരു ഷോപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര വരുന്നത് 2.5 ലാക്ക് വരും. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിന് വേണമായിരുന്നു. അപ്പോൾ ഞങ്ങൾ പ്രസൻറ്റേഷനിലുണ്ടാക്കി. ഇത് ഒറ്റ ദിവസം കൊണ്ട് ഉണ്ടാക്കിയാണ്. അതായത് ഐഡിയ വന്ന് പ്രസൻറ്റേഷൻ ഉണ്ടാക്കി, എന്നിട്ട് ആളിയെ കൺവിൻസ് ചെയ്ത് വേറെ അപ്പൊ അളിയനായിട്ട് നമ്മ പുതിയൊരു ബിസിനസ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അത് കമ്മിങ് സൂൺ. അപ്പോ ഇതായിരുന്നു ഫ്രോസ്റ്റ് ബൈറ്റ് കാര്യമായ സംഭവമായിരുന്നു. അതായത് ഞങ്ങള് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി വരെ എല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്
അത്ര ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. പൊയിനാച്ചി നല്ല ഡെവലപ്പ് ആവാൻ, അതായത് ഇപ്പൊ കാഞ്ഞങ്ങാട് കാസർഗോഡ് കഴിഞ്ഞിട്ട് നടുക്കൊരു സ്ഥലം ഉണ്ടെങ്കിൽ പൊയിനാച്ചാണ് ഞാൻ കാണുന്നത്. പിന്നെ നമുക്ക് ഡെവലപ്പ് ആവാൻ സാധ്യതയുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ പെരിയാണ്. ഇനി വരാൻ പോകുന്ന പെരിയാണ്. എന്താ വെച്ചാൽ പെരിയ അത്രയും പ്രൈം ആയിട്ടുള്ള ഒരു ഹബ്ബാണ്. പക്ഷേ നമ്മളെ കാണുന്ന ഓഡിയൻസ് എല്ലാവർക്കും പെരിയ എന്നൊക്കെ പറയുന്ന സ്ഥലം അറിയണം. പെരിയ എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഒരു സ്ഥലമാണ്. പിന്നെ യൂണിവേഴ്സിറ്റി ഉള്ള സ്ഥലമാണ്. യൂണിവേഴ്സിറ്റി ഉണ്ട്, 4-5 കോളേജുകളുണ്ട്, പിന്നെ സ്കൂളുകളുണ്ട് ഇഷ്ടംപോലെ. പിന്നെ ഇഷ്ടംപോലെ ചായക്കടകളുണ്ട്. അപ്പോൾ അതിനെ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ നമ്മുടെ ഒരു മാർക്കറ്റേഴ്സിനും കഴിഞ്ഞിട്ടില്ല, നമ്മളൊരു ആൾക്കാർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ അതിനെ യൂട്ടിലൈസ് ചെയ്യാൻ പക്ഷേ ചില ആൾക്കാർക്ക് സ്ട്രാറ്റജിക് ആയിട്ട് അവിടെയൊക്കെ റിയൽ എസ്റ്റേറ്റ് എടുത്തിട്ടുണ്ട്. കുറെ ആൾക്കാർ, ഇഷ്ടംപോലെ ആൾക്കാർ എടുത്തിട്ടുണ്ട്. ഭാവിയിൽ തുടങ്ങാം അങ്ങനല്ല, ലൈക്ക് കുറെ ഒരു 5-6 കൊല്ലം മുമ്പേ ആൾക്കാർ ഇപ്പൊ ഹൈവേ വരുന്നില്ലേ അതിന്റെ സൈഡിലെല്ലാം നല്ല സ്ഥലങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെയൊക്കെ റേറ്റ് നല്ല കൂടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബിസിനസ്സൊക്കെ. ഇതൊക്കെയാണ് ഞങ്ങൾക്ക് അറിയുന്ന ബിസിനസ്സിനെ കുറിച്ചിട്ട്. പിന്നെ അതിന് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട് പറയാൻ. പക്ഷേ അത് ഈ ഒറ്റ എപ്പിസോഡിൽ തീരും തോന്നില്ല. ഓൾറെഡി 26 മിനിറ്റായി. സാധാരണ പോഡ്കാസ്റ്റ് എന്നെല്ലാം പറയുന്ന 1 മണിക്കൂറല്ലാന്ന് അറിയാം. പക്ഷെ ഞങ്ങൾക്ക് ഇങ്ങനെ പല പറഞ്ഞുകൊണ്ട് നിൽക്കാൻ, ക്യാമറയുടെ മുമ്പിൽ പ്രത്യേകിച്ച് പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഞങ്ങളിപ്പോൾ 2 പേരാണെങ്കിലേ നിർത്താതെ പറയും. അതായത് 2 മണിക്കൂർ 3 മണിക്കൂർ അത്ര വേണമെങ്കിലും പറയും ബിസിനസ്സിനെ കുറിച്ചിട്ട്. ഞങ്ങൾ ഓരോ ആഗ്രഹങ്ങൾ അത് എപ്പോഴെങ്കിലും നടക്കും. എപ്പോഴെങ്കിലും നടക്കുമല്ലോ, എന്തായാലും നടക്കും. അപ്പോൾ പിന്നെ 2024 കഴിയാൻ പോവാണ്. ഏതായാലും 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ 2024 എത്ര റേറ്റിംഗ് കൊടുക്കും? 10. 2024 പ്രത്യേകിച്ച് ഒന്നും ഒരു ബെനിഫിറ്റ് ഉണ്ടാക്കില്ല. സാധാരണ ഒരു വർഷം പോലെ അത് നടന്നു. 10 കിട്ടും. എന്ത് സാധാരണ ഒരു വർഷം പോലെ അതും കടന്നുപോയി. എനിക്ക് എങ്ങനെ ഉണ്ടായി? കാരണം എനിക്ക് ഒന്നാമത് എന്ന് പറയുന്നത് ഈ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതായത് 2023 കഴിഞ്ഞിട്ട് 24 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എൻ്റെ ബാക്കിൽ ചെറിയ ഡെസ്കിന് ചെറിയൊരു പ്രശ്നം വന്നു. ഇല്ല, പൈസേനേക്കാളും നമുക്ക് പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മളെ ഹെൽത്താണ്. മെന്റൽ ഹെൽത്തും ഫിസിക്കൽ ഹെൽത്തും കുറച്ച് ബാഡ് ആയിരുന്നു എൻ്റെ. പിന്നെ ഇവന്റെ ഹെൽത്ത് കാരണം, ഇവന്റെ ഹെൽത്തിന്റെ പ്രശ്നം കാരണം ഞങ്ങൾ കുറെ ട്രാവൽ ചെയ്തു. ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറെ എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റി, അത് വേറെ എടുത്ത് പറയേണ്ട കാര്യം. ഞങ്ങൾ കോഴിക്കോട് ഏകദേശം ഒരു മാസം ഉണ്ടായിരുന്നു. കോഴിക്കോട് അടിപൊളി വൈബ് കേട്ടോ. കോഴിക്കോടത്തെ പിള്ളേരെന്ന് പറഞ്ഞാൽ അങ്ങനത്തെ പിള്ളേരാണ്. കാസർഗോഡ് ഇല്ല അങ്ങനത്തെ പിള്ളേർ. കോഴിക്കോട് നല്ല വൈബാണ് ശരിക്കും പറഞ്ഞ. കോഴിക്കോടത്തെ വേറൊരു വൈബാണ് അവിടെ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കോഴിക്കോട് നിൽക്കാൻ. എന്താ വെച്ചാല് നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് ആൾക്കാർ സംസാരിക്കും. അതായത് നമ്മ അങ്ങോട്ട് പോകണമെന്നില്ല. എന്താ പറയല്, ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മ അങ്ങോട്ട് എടാ സമയത്രായെന്ന് വെച്ചാൽ അവരിങ്ങോട്ട് പറയും. പക്ഷെ അടുത്ത ആൾക്കാർ, കോഴിക്കോടത്തെ ആൾക്കാർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ഇങ്ങോട്ട് വന്നിട്ട് സംസാരിക്കും. നമ്മ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നാടറിയാത്ത പോലെ ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന കണ്ടാല് അവർ വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കും, നമ്മളോട് ഇങ്ങോട്ടാ പോണ്ടേ, എന്തിനാ വന്നേ എന്നൊക്കെ ചോദിക്കും. പിന്നെ അത് മാത്രല്ല, കുറച്ച് നല്ല പോസിറ്റീവ് വൈബായിരുന്നു അവിടെ. വൈകുന്നേരം നമ്മൾ എണീച്ചിട്ട് പോകുന്നതെല്ലാം ഭയങ്കര അടിപൊളി സ്റ്റോറീസ്. അത് വേറെ തന്നെ എപ്പിസോഡ് പറയാനുണ്ട്. ഒരു കോഴിക്കോട് ഡയറി. പിന്നെ നമുക്ക് നമ്മുടെ ഇവിടുത്തെ കഥ പറയാനുണ്ട്. കർണാടകയിലത്തെ അതിനെടുക്കാം അങ്ങനെ എന്തോ ആണ്. എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ അവിടെയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഒട്ടും മാടിതാ കുറച്ച് കന്നഡൊക്കെ പഠിച്ച് പിന്നെ അങ്ങനെ കുറെ ട്രാവൽ ചെയ്യാൻ പറ്റി. പക്ഷെ എൻ്റെ ഹെൽത്ത് പരമായിട്ടും മെൻ്റലി എനിക്ക് കുറച്ച് ഡൗൺ ആയിരുന്നു ഞാൻ ഈ വർഷം. പിന്നെ പക്ഷെ ഞാൻ കുറേ പുതിയ കാര്യങ്ങൾ പഠിച്ച ഒരു വർഷം കൂടെ ആണ് ഈ വർഷം. അപ്പോൾ 2024 എനിക്കൊരു 8 കൊടുക്കാം എന്തായാലും. പിന്നെ അടുത്ത 2025 2025 ഇതിനേക്കാളും നല്ല വർഷമാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2025 എന്തെങ്കിലും ഗോൾ ഉണ്ടായെങ്കിൽ ഉണ്ണിക്കോ എന്തെങ്കിലും ഗോൾ ഉണ്ടോ? ഉണ്ണി 10ാം ക്ലാസ്സിന് ഉണ്ണി 10ാം ക്ലാസ് ആണ് ഗൈസ്. അപ്പോൾ അതാണ് ഉണ്ണിയുടെ എയിം. അപ്പോൾ എനിക്ക്
എനിക്കെന്ന് പറയുന്നത് പിന്നെ ഒരു സാസ് ബിസിനസ് തുടങ്ങണമെന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ചും കൂടെ ഫോക്കസ് ചെയ്യണം. പിന്നെ എത്രക്കുള്ളൂ ഞങ്ങളെ 2024 പിന്നെ 2025. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞങ്ങളിവിടെ നിർത്തുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി 2025 കാണാം. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ വണക്കം. ശരി എന്നാൽ.